പന്നിയുടെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ പന്നിയെല്ലാം തന്നെ നമ്മുടെ മുറ്റത്ത് വരും. ആ സമയത്താണ് നമ്മുടെ ഫാമിലോട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കാനക്കോസോ എന്ന് പറഞ്ഞ ബ്രീഡാണ് ഈ കാണുന്ന ഇറ്റാലിയൻ മാസ്റ്റീഫ് എന്നറിയപ്പെടുന്ന ഈ ഒരു ബ്രീഡെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമുക്ക് 10-16ഓളം ഡോഗ്സ് ഈ ഒരു ബ്രീഡ് മാത്രമുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എസ്റ്റേറ്റ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ വില്ലകളായാലും ഈവൻ ഫ്ലാറ്റ് ആയപ്പോലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വീടുകളായാലും ഒക്കെ കാവലിന് പറ്റിയ ഏറ്റവും നല്ലൊരു ബ്രീഡുകളിലൊന്നാണ് ഈ പറഞ്ഞ കാനക്കോസ്. വെറും 6 മാസം മാത്രം പ്രായമുള്ളൊരു കാനക്കോസാണ്. ഫോൺ കളർ കണ്ടല്ലോ, നമ്മുടെ ഇരിക്കുന്ന ഡോഗിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ല. 6 മാസമായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസിൽ ഈ ഡോഗ് എത്തിയിട്ടുണ്ട്. കാരണം ഇത് ഇമ്പോർട്ടിൻ്റെ ഡോട്ടറാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ വരുന്നത് സിംറാൻ. ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം ഹ്യൂജായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എത്ര ഏരിയ ആയാലും ഇതേപോലൊരു കാനക്കോസോ ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ഗാർഡ് ചെയ്തോളൂ. അതുപോലെ അനിമൽസിനെ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ അവർ മിങ്കിൾ ചെയ്ത് നിൽക്കും. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ഈ കോമ്പൗണ്ടിനകത്തോട്ട് കയറ്റുകയും ചെയ്യില്ല. അനിമൽ അഗ്രഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ അഗ്രഷൻ ആക്കി നമുക്ക് വേണമെങ്കിൽ വളർത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഏത് ക്ലൈമറ്റ് നമുക്ക് മുണ്ടക്കയ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടായാലും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തണുപ്പുള്ള നമ്മുടെ വാഗമണ്ണ മൂന്നാറോ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഈ ഒരു ബ്രീഡിനെ വളർത്താൻ പറ്റും. ഫുഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫുഡ് രീതിയും നമുക്ക് കൊടുത്ത് വളർത്താൻ പറ്റും. ഡ്രൈ ഫുഡ് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനോ മീറ്റോ അത് തന്നെ ഡെയിലി വേണമെന്നൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നല്ല രീതിയിൽ കൊടുത്ത് വളർത്താൻ പറ്റും. ആദ്യത്തെ ഒരു 1 ഇയർ നല്ല രീതിയിൽ ഇവരെ നോക്കുക. കാരണം ആ ഒരു 1 ഇയറിലാണ് ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു 3 to 4 ടൈംസ് ഒക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന സൈസിലോട്ട് നമ്മുടെ ഡോഗ്സ് എത്തും കേട്ടോ. പിന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ഡോഗിനെ കണ്ടുള്ള നമ്മുടെ ചെവി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ ടെയിൽ ഇങ്ങനെ ഡോക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കും. കാരണം മറ്റുള്ള ആനിമൽസുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരാൻ നേരത്ത് അത് കയറി പെട്ടെന്ന് തന്നെ കയറി ചെവിയിലും അല്ലെന്നുണ്ടെങ്കിൽ വാലിലൊക്കെ കയറി പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പിന്നെ കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രീഡിനെ നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ക് ചെയ്തിട്ട് നിർത്തുന്നത്.